ഹലോ മൈ ഡിയർ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റൂട്ട് സ്റ്റോറി. റൂട്ട് സ്റ്റോറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മൂസിൻ. നമ്മളൊരു ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓർഗാനിക് ഫെർട്ടിലൈസർ കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു വളം തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റ്സിനും ഒന്ന് കൊടുക്കാൻ പോവാം. അപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് എന്താണോ വളം നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഓർക്കിഡ്സിന് കൊടുക്കുന്ന വളം കണ്ടില്ലേ, ഇതാണ്. ഇത് തേങ്ങയാണ്. പക്ഷേ ഈ തേങ്ങയല്ല കൊടുക്കുന്ന, നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനം കൊടുക്കുന്നത് കേട്ടോ. തേങ്ങയുടെ വെള്ളം ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. അടിപൊളിയാണ്. നമ്മുടെ ഓർക്കിഡ്സിന് മാത്രമല്ല മറ്റു ചെടികൾക്കൊക്കെ അടിപൊളി ഒരു വളമാണ്. മെയിനായിട്ട് ഓർക്കിഡ്സിൻ്റെ തൈകൾ നല്ല രീതിയിൽ ഉണ്ടാവാൻ, പിന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ വളമാണ് ഈ തേങ്ങയുടെ. അപ്പോൾ ഈ തേങ്ങ പൊട്ടിച്ച് ഉടനെയുള്ള വെള്ളത്തിൽ ഒരുപാട് ഫോസ്ഫറസും പൊട്ടാഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടിച്ച് ഉടനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ ഉപയോഗിച്ചാൽ അടിപൊളിയാണ്. ഫ്ലവർ ഉണ്ടാവാനായിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്പൈക്ക് വരും. പൂക്കാത്ത ചെടി തന്നെ പൂക്കും. അങ്ങനത്തെ ഒരു അടിപൊളി വളമാണ് ഇത്. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇതെന്ന് വെച്ചാൽ തേങ്ങ വെള്ളം കളക്ട് ചെയ്ത് എടുത്ത വെള്ളമായിട്ട് കുറച്ച് ഒരാഴ്ചത്തേക്ക് അങ്ങനെ കളക്ട് ചെയ്ത് എടുക്കുന്ന വെള്ളമാണിത്. പക്ഷേ ഇതിൽ കൂടുതലും നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ച് പുളിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം അതിൽ പൊട്ടാഷ്യം ഫോസ്ഫറസും കണ്ടന്റ് കുറയും, നൈട്രജൻ കണ്ടന്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓർക്കിഡ്സിൻ്റെ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ ഫാസ്റ്റായിട്ട് വളർത്തിയെടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് നമ്മളിന്ന് എങ്ങനെ കൊടുക്കുന്നതിന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോസ് വാച്ച് ചെയ്യുന്നു, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മടി വിചാരിക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലോട്ടസ്, വാട്ടർ ലില്ലീസ്, വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എവിടെയൊക്കെ വേണമെങ്കിലും വാട്ടർ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ സീസൺ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഇപ്പോൾ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങാ വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സിന് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് വളരും കേട്ടോ. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു വളമാണ് ഈ ഒരു കോക്കനട്ട് വാട്ടർ. അതും ചെടിയുടെ ഹെൽത്ത് തന്നെ നോക്കി. ഇതെല്ലാം ഞാൻ തേങ്ങാ വെള്ളം ഈ ഒരു കോക്കനട്ട് വാട്ടർ കൊടുത്ത് വളർത്തിയെടുത്ത സീഡ്ലിങ്സ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് കനക്കുകയും ചെയ്യും. ഒരുപാട് റൂട്ട് ഡെവലപ്പിങ്ങിനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു പുളിപ്പിക്കുന്ന തേങ്ങാ വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് സീഡ്ലിങ്സിനും കൊടുക്കാം, വലിയ പ്ലാന്റ്സിനും നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ തേങ്ങാ വെള്ളം ഓർക്കിഡ്സിന് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ 2 മെത്തേഡിലാണ് ഓർക്കിഡ്സിന് വളങ്ങൾ കൊടുക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കുക, പിന്നെ ഒന്ന് നമ്മളല്ലാത്ത ഈ ഒരു ബക്കറ്റിൽ വളം ഒഴിച്ചിട്ട് ജസ്റ്റ് നമ്മൾ പോട്ട് ഉൾപ്പെടെ ഒന്ന് മുക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും തേങ്ങ വെള്ളം അല്ലേ. എല്ലാവരും മിക്കവരും ചിലപ്പോൾ കളയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കളയാതെ ഇതുപോലെ പ്ലാന്റ്സിന് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ചെടിയുടെ ഗ്രോത്തിനും ചെടി നന്നായിട്ട് വളരാനൊക്കെ വളരെ ഹെൽപ്പ്. നമുക്ക് ഈ ഓർക്കിഡ്സിന് മാത്രമല്ല, നമുക്ക് മിക്ക പ്ലാന്റ്സുകൾക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ഒരു എനർജി ബൂസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓർക്കിഡ്സിന്. സോ നമുക്ക് ഇതൊന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ പുളിപ്പിച്ച് വെച്ചിരിക്കുന്നത് വലിയ സ്മെല്ല് കാണത്തില്ലെങ്കിലും ചെറിയൊരു പുളിപ്പിക്കുന്നതുകൊണ്ടൊരു സ്മെല്ലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ അത് വേണ്ട ഒരുപാട് പൊടികളൊക്കെ കാണും ഈ തേങ്ങയുടെ ഒക്കെ ആയിട്ട്. ജസ്റ്റ് ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തേക്കുക. അതിലൊരു ഈ ഒരു ഇത്രയും പോർഷൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. മിക്ക പ്ലാന്റ്സിനും ഞാനിപ്പോൾ കൊടുക്കാൻ പോവാം ഈ ഒരു വളം. ആഴ്ചയിലൊക്കെ ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ നല്ല അറിയാം. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമുക്കിത് വളം യൂസ് ചെയ്യാം. ഓർക്കിഡ്സിന് കൂടുതലും എന്ത് വളമായിരുന്നാലും ഡൈല്യൂട്ട് ചെയ്ത് തന്നെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓർക്കിഡ്സിന് കൊടുക്കാനുള്ള ഈ ഒരു കപ്പ് ഫുൾ തേങ്ങ വെള്ളം കേട്ടോ. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കപ്പ് ആണ് ഈ ഒരു വലിയൊരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ബക്കറ്റ്, അതിന് ഞാൻ കൊടുക്കുന്നത്. നല്ലത്. അപ്പോൾ ഞാനിവിടെ സ്പ്രേയർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഓർക്കിഡ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കാണിക്കും. മറ്റു നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്താൽ കൊടുത്താൽ ഇതിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വളം ഓർക്കിഡ്സിന് ഒന്ന് സ്പ്രേ ചെയ്യാം. അതിന് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലത്തെ തൈകളൊക്കെ ഫാസ്റ്റായിട്ട് വളരാൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഈ തൈകളുടെ ചുവട്ടിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ മോർണിംഗ് തന്നെ സ്പ്രേ ചെയ്താൽ അത്രയും നല്ലതാണ് പ്ലാന്റ്സിന്. നമ്മുടെ മോർണിംഗ് ജസ്റ്റ് ഒന്ന് ചെടിയൊന്ന് നനച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വളം ചെടികൾ അബ്സോർബ് ചെയ്തെടുക്കും. നല്ല രീതിയിൽ ഇതുപോലെ എല്ലാ ചെടികളുടെ ചുവട്ടിലും മെയിനായിട്ട് സീഡ്ലിങ്സിന് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. പെട്ടെന്ന് നല്ല രീതിയിൽ നന്നായിട്ട് അതിൻ്റെ റൂട്ടിലും പോട്ട് മിക്സിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുന്ന ഒരു വളങ്ങൾ കൂടെയാണ് ഈ ഒരു തേങ്ങ വെള്ളം. കൊടുക്കുമ്പോൾ ചെടിയുടെ ലീഫിൻ്റെ അടിയിലൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതെല്ലാം ഓർക്കിഡ്സിൻ്റെ വലിയ പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് ഈ ചെടികളിലും എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓർക്കിഡ്സിൻ്റെ ലീഫിലും അതിൻ്റെ സ്റ്റെമ്മിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ലീഫിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫ്ലവറിലും അധികം വീട്ടാതെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലേ ഫ്ലവർ നമുക്ക് ഒരുപാട് നാൾ നിൽക്കത്തുള്ളൂ നമ്മുടെ ഗാർഡനിൽ. നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ പോട്ട് മിക്സൊക്കെ നനച്ച് കൊടുക്കാം. വളങ്ങൾ യൂസ് ചെയ്യാം. നല്ലൊരു വളമാണ് ഈ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ. എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം. വലിയ പ്ലാന്റ്സ് മുതൽ ചെറിയ പ്ലാന്റ്സ് മുതൽ വലിയ പ്ലാന്റ്സ് വരെയുള്ള ചെടികൾക്കും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് വളങ്ങൾ കൊടുക്കാൻ. എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. കുറച്ച് പ്ലാന്റ്സ് ഉള്ളവർക്കൊക്കെ വളരെ ഈസി ആയിരിക്കും ഇങ്ങനെ വളം കൊടുക്കുന്നത്. വെച്ചാൽ ബക്കറ്റിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ എടുത്ത തേങ്ങ വളത്തിൻ്റെ ബാക്കി ദെൻ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ജസ്റ്റ് ഇതുപോലെയൊക്കെ നിൽക്കുന്നത്. ഇത് ഫെലനോപ്സിസിൻ്റെ ഒരു വലിയ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ. നല്ല രീതിയിൽ റൂട്ട്സ് ഉണ്ടല്ലേ. കൂടുതലും ഞാൻ എൻ്റെ പ്ലാന്റ്സിനെല്ലാം ഞാൻ ഈ തേങ്ങ വെള്ളം കൊടുക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ റിസൾട്ട് ആകണ്ടല്ലേ. എന്തുമാത്രം റൂട്ട്സ് നോക്കിയൊക്കെ ഈ ചട്ടി നിറച്ച് പുറത്തോട്ട് വരുന്ന വേണ്ട. കൂടുതലും ഞാൻ എൻ്റെ പ്ലാന്റ്സിന് ഈ ഒരു തേങ്ങ വെള്ളം കൊടുക്കുക. എടുത്ത് ഇതുപോലെ ഒന്ന് ചട്ടി ഫുള്ളായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇത് വേറൊരു മെത്തേഡാണ്. മുക്കുമ്പോൾ ഒരുപാട് താഴ്ത്തി മുക്കണ്ട. ജസ്റ്റ് പോട്ട് മിക്സ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇളകി വരും. ജസ്റ്റ് ഒന്ന് പോട്ട് ഫുള്ള് നനയുന്ന രീതിയിൽ മുക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പ്ലാന്റ് വലുപ്പമായതുകൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പോട്ട് മിക്സ് ഫുൾ ഒന്ന് വെള്ളം കയറുന്ന രീതിയിൽ മുക്കിയെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മുക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പോട്ട് മിക്സ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇളകി വരും. പുതുതായിട്ട് ഇപ്പോൾ നട്ട പ്ലാന്റ്സ് ഒക്കെ ഇത് അത്യാവശ്യം 1 ഇയർ ഒക്കെ കഴിഞ്ഞ 1 ഇയർ പ്ലാന്റ് ചെയ്തിട്ട് അത്രയും ടൈം കഴിഞ്ഞൊരു ചെടിയാണ്. നല്ല രീതിയിൽ റൂട്ടായിട്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ മുക്കണം. ഒരുപാട് ഹാർഡായിട്ടൊന്നും മുക്കില്ല. ചിലപ്പോൾ വലിയ റൂട്ട്സ് താഴോട്ട് പോയിട്ടുകൊണ്ട് ഒടിഞ്ഞു പോകും. റൂട്ടൊന്നും ഓടിയാത്ത രീതിയിൽ ഇതുപോലെ മുക്കുക. വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് വൈറ്റ് കളറായിരുന്നു. നമ്മളത് വെള്ളം അല്ലെങ്കിൽ വളം കൊടുക്കുമ്പോൾ നോക്കി ഇത് ഗ്രീൻ കളറിലോട്ട് മാറും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, റൂട്ടുകൾ എപ്പോഴും ഇതുപോലെ ഗ്രീൻ കളറിലാക്കി വളങ്ങൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ നമ്മുടെ ചെടികളിലൊക്കെ ആ ഒരു വളം വീഴും. പിന്നെ നമുക്ക് ഈ ചെടികളുടെ ലീഫിൽ രാവിലെ വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഈ ലീഫിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന വെച്ച് വലിയ പ്രോബ്ലം ഇല്ല. ഗ്രൗണ്ട് പോർഷനിലൊന്നും അധികം കുത്തി ഒഴിച്ചാലും ഈ ഒരു ചൂടുകാലത്ത് വലിയ ഇഷ്യൂ ഇല്ല. പെട്ടെന്ന് തന്നെ അത് അബ്സോർബായി പൊക്കോളും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർക്കിഡ് പ്ലാന്റ്സിനെയും ഇതുപോലെ നമുക്ക് വളങ്ങൾ കൊടുക്കാം കേട്ടോ. അടിപൊളി ഗ്രോത്തും റിസൾട്ടും കിട്ടുന്ന ഒരു വളം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വളം കൊടുത്തു നോക്കുക. കൊടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും കൊടുത്തു നോക്കുക. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഓർഗാനിക് ലൈസറാണ് ഈ ഒരു കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.